വളരെ ഞെട്ടിക്കുന്ന ഒരു എൻക്വയറി അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു കുട്ടി ഇപ്പോൾ അങ്കമാലിന്ന് വിളിച്ചിട്ട് 2027 നീറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ കുട്ടി ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീറ്റ് 2027 എന്നാലും ഇനി പേപ്പർ ലീക്ക് വന്നിട്ട് അത് ക്യാൻസൽ ആവുകയാണെങ്കിൽ ടീച്ചറെ റീനീറ്റ് വരെ ഞങ്ങൾക്ക് ക്ലാസ് തരുമെന്നാണ്. ശരിക്കും അത് ഞെട്ടിപ്പോയി. കാരണം എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്രമാത്രം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ ഉണ്ടാവണേ? എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനൊരു ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് NTA സിസ്റ്റത്തിന്റെ ഫെയിലിയർ കുട്ടികളിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ റീനീറ്റ് വന്നിട്ട് കുട്ടികൾക്ക് ആ ഒരു എത്ര ഗിയറപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ ഗിയറപ്പ് ആവാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ചിലവരൊക്കെ പൂർവാധികം ശക്തിയോടുകൂടി വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ ഇനി ഭാവിയിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് കൂടി ഈ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മളെപ്പോലുള്ള അധ്യാപകരും രക്ഷിതാക്കളും ഇനി ഓരോ കുട്ടിയും മത്സര പരീക്ഷയുടെ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അതിലുണ്ടാകുന്ന ഹാർഡ്ഷിപ്സ് ഒക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം അത്രയ്ക്കും മത്സരമുള്ള രംഗത്തിലേക്ക് തന്നെയാണ് അവർ പ്രവേശിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, നിരന്തരമായ പഠന പ്രക്രിയയിലൂടെ അവർക്ക് അവരുടെ ഗോള് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും, ആർജിക്കാവുന്നത് തന്നെയുള്ളൂ. പക്ഷേ നേടുക എന്നത് മാത്രമല്ല, നേടിയാലും അത്തരം രംഗത്ത് തുടരുക എന്നുള്ളത് അതിലും വലിയ ടാസ്ക് ആണെന്ന് കൂടെ അവരെ ബോധ്യപ്പെടുത്തണം. ഇതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ്. പക്ഷേ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചുകൂടാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതും അതിനുള്ള കരുത്ത് എങ്ങനെയൊക്കെ ആർജിക്കാം എന്നുള്ളതും നിരന്തരമായ നമ്മുടെ ഇടപെടലുകളിലൂടെ തന്നെയാണ് സാധ്യമാവുക. ഈ കാലഘട്ടത്തിലെ കുട്ടികളുമായിട്ട് നമ്മൾ നിരന്തരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ വളരെ ബ്രില്യൻ്റ് ആണ്, അവർ നല്ല എനർജറ്റിക് ആണ്, വളരെ ഫാസ്റ്റാണ്, പ്രാക്ടിക്കലാണ്. പക്ഷേ ക്രിട്ടിക്കലായ ഒരു കാര്യം വരുമ്പോൾ ക്വിക്ക് ഡിസിഷൻസ് ആണ് അവരെടുക്കുന്നത്. അതായത് രണ്ടാമതൊന്ന് ആലോചിക്കുന്നില്ല, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നതിനെ കുറിച്ചോ ചെറിയൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നേ ഇല്ല. എല്ലാം അവരുടെ ഒരു എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പോകണം എന്നുള്ളൊരു നിലപാടിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം അതും കൂടെ അവരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, അവരെ ശാക്തീകരിക്കേണ്ടത് നമ്മുടെ വളരെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്.